പരിപാടി കഴിഞ്ഞ് നമ്മൾ തിരിച്ച് കയറുകയാണ് ഹോസ്പേഡ് ജംഗ്ഷനിലേക്ക്. 9 മണിക്കാണ് നമുക്ക് ഇവിടുന്ന് ട്രെയിന്. അപ്പോൾ നമുക്ക് അകത്ത് പോയി നോക്കാം. ഇപ്പോൾ ഗൈസ് നമ്മൾ ഹോസ്പേട്ട് അമ്പിയിലുള്ള എല്ലാ കാഴ്ചകളും നമ്മൾ കറങ്ങി കണ്ടു. ഇനി നമുക്കിവിടുന്ന് ഹൊസപേട്ട് ടു മൈസൂർ യാത്ര തുടരാം. രാത്രി 9:10 ഹൊസപേട്ട് നമുക്ക് മൈസൂരിലേക്കുള്ള ട്രെയിന്. നേരത്തെ സ്ലീപ്പർ ടിക്കറ്റ് എടുത്ത് ബുക്ക് ചെയ്തായിരുന്നു. അത് കാരണം നമുക്ക് ഒന്നും നോക്കേണ്ടതില്ല, കയറിപ്പോയാൽ മതി. ഈ ട്രെയിൻ യാത്രയിൽ എപ്പോഴും സ്ലീപ്പർ എടുക്കുന്ന ഏറ്റവും ചുരുങ്ങിയത് സ്ലീപ്പർ യാത്രയായിരിക്കും ഏറ്റവും സുഖം. കാരണം ഈ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ ഭയങ്കര അധികം തള്ളായിരിക്കും. ചില സമയത്ത് ശ്വാസം പോലും കിട്ടുകയില്ല. ട്രെയിൻ യാത്ര ചെയ്യുന്ന ഏവരും പ്രത്യേകം ശ്രദ്ധിക്കണം. നേരത്തെ ടിക്കറ്റ് എടുത്ത് വെക്കുന്നത് ഏറ്റവും നന്നായിരിക്കും. മുൻകൂട്ടി നമ്മൾ യാത്ര ചെയ്യുന്നുവെങ്കിൽ നമ്മൾ ഇങ്ങോട്ടാണ് പോകാൻ ഉദ്ദേശിച്ചുള്ള ഏകദേശം ഒരു കാൽക്കുലേഷൻ വേണം. അതനുസരിച്ച് നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ ഈ അമ്പിയിൽ ഏകദേശം നമുക്ക് എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. പിന്നീട് നമുക്ക് ഒരു ദിവസം എന്തായാലും സ്റ്റേ അടിക്കണം അമ്പിയിൽ. എങ്കിൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ള സ്ഥലം കൂടി കാണാൻ പറ്റുകയുള്ളൂ. നമ്മൾ പുഴയുടെ അക്കരെ നമ്മൾ കവർ ചെയ്തിട്ടില്ല, ബാക്കിയെല്ലാം കവർ ചെയ്തു. അതിനുള്ള സമയമില്ല. നമുക്ക് ഒറ്റ ദിവസം നമ്മൾ പ്രോഗ്രാമായിരുന്നു. അത് കാരണം നമുക്ക് കൂടുതലൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ അത് മറ്റൊരു സമയത്ത് നമുക്ക് കവർ ചെയ്യാം. ബാക്കിയെല്ലാം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടുന്ന് ഇനി മൈസൂരിലേക്കുള്ള യാത്ര, വഴിയോര കാഴ്ചകളൊക്കെ കണ്ടിട്ട് അങ്ങനെ യാത്ര പോകാം. രാത്രി 9:10 നമ്മുടെ ട്രെയിനുണ്ട്. ഇപ്പോൾ പുലർച്ചെയായി. ഏകദേശം ഒരു 8:30-9 മണിക്ക് നമുക്ക് മൈസൂർ എത്താം. അതാണ് നമ്മുടെ ഡിപ്പാർച്ചർ ടൈം കൊടുത്തിട്ടുള്ളത്. ആ കറക്റ്റ് ടൈമിന് നമുക്ക് അവിടെ എത്താൻ സാധിക്കും. വണ്ടി ലേറ്റല്ല, അത് കാരണം നമുക്ക് എത്താം. അപ്പോൾ നമുക്ക് തുടരാൻ യാത്ര. മൈസൂർ ചെന്ന് അവിടെ നമുക്കൊന്ന് കറങ്ങി കാണാം. ഏതാണ്ട് ചെറിയ ഭാഗങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി നമുക്ക് കവർ ചെയ്യാം. എന്നിട്ട് നമുക്ക് നാട്ടിലേക്ക് തിരിക്കാം. അപ്പോൾ നമുക്ക് യാത്ര തുടരാം. അപ്പോൾ മൈസൂർ ഏതാണ്ട് എത്തിയിട്ടുണ്ട്. മൈസൂർ സ്റ്റേഷനാണ് നമ്മൾ, മൈസൂർ ജംഗ്ഷനിൽ പുറത്തിറങ്ങിയിട്ട് റെയിൽവേ സ്റ്റേഷൻ നേരെ മുമ്പിലുള്ള കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇവിടെയുള്ള പ്രതിമകൾ, അതായത് ഏതാണ്ട് ഒറിജിനൽ പോലെ നമുക്ക് തോന്നും, പക്ഷെ എല്ലാം സ്റ്റേഷൻ്റെ മുമ്പിലുള്ള പ്രതിമകളാണ്. ഇവിടുന്ന് നമുക്ക് ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ പിടിക്കാൻ അങ്ങോട്ട് നീങ്ങാം. ഇവിടെയുള്ള കാഴ്ചകൾ, നമ്മളൊരു ഓട്ടോറിക്ഷ പിടിച്ചിട്ട് നമ്മൾ മൈസൂർ പാലസിൻ്റെ സൈഡിലേക്ക് പോവുകയാണ്. 30 രൂപയാണ് ചാർജ്. നേരത്തെ ചാർജ് പറഞ്ഞ് ഉറപ്പിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. ഇല്ലെങ്കിൽ പിന്നെ ഇവർ നമ്മൾ വെട്ടിക്കളയും. അപ്പോൾ മൈസൂരിലെ ബാക്കി കാഴ്ചകൾ നമുക്ക് അടുത്ത പാർട്ടിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.